മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ ചിന്തകളും ഉദ്ദേശങ്ങളും നല്ലതാണെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ വിധി മാറ്റാനും കഴിയും. ഭക്തരെ, നിങ്ങളുടെ ദൗർബല്യങ്ങൾക്കു മുന്നിൽ അടിമപ്പെട്ട് നിൽക്കാതെ അവയെ അതിജീവിക്കുക. വലിയ മാറ്റങ്ങൾ ചെറിയ ശ്രമത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ ഇന്നൊരു ദിവസം കഠിനമായി പരിശ്രമിച്ചാൽ നാളെ നിങ്ങൾ അഭിമാനത്തോടെ ജീവിക്കും. ഭക്തരെ, ശത്രുവിൻ്റെ ചതി ക്ഷമിക്കാൻ കഴിയുന്നതാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ നിഴൽ പോലെ കൂടെ നടന്ന് നിങ്ങളെ ചതിച്ചവരോട് ഒരിക്കലും ക്ഷമിക്കരുത്. അവർ ദയ അർഹിക്കുന്നില്ല. കാത്തിരിക്കുന്നവരല്ല, തേടിയിറങ്ങുന്നവരാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നതും വിജയിക്കുന്നതും നേടിയെടുക്കുന്നതും. ഭക്തരെ, ഒരു വ്യക്തിയുടെ വാക്കുകളിലല്ല, പ്രവർത്തികളിലാണ് സത്യസന്ധത വേണ്ടത്. സംസാരരീതി, വാക്കുകളുടെ തിരഞ്ഞെടുപ്പ്, സത്യസന്ധത എന്നിവ ആന്തരിക സത്യം കാണിക്കുന്നു. കോപം, കാമം തുടങ്ങിയ വികാരങ്ങളെ നിയന്ത്രിച്ച് ആന്തരിക സമാധാനം നേടുക. അഹംഭാവം എല്ലാ പതനങ്ങളുടെയും മൂലകാരണമാണെന്ന് ശിവപുരാണം പറയുന്നു. ഭക്തരെ, ആഗ്രഹങ്ങൾക്കായി പൊരുതാത്തവർക്ക് നഷ്ടങ്ങളെ ഓർത്ത് കരയാൻ അവകാശമില്ല. മറച്ചുവെക്കലുകൾ ഒന്നുമില്ലാത്തിടത്താണ് ഏതൊരു ബന്ധവും മനോഹരമാവുന്നത്. ലോകം മുഴുവനും അവഗണിക്കുന്നതിനേക്കാൾ വേദന ലോകമായി കാണുന്ന ആ ഒരാൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുന്നതായിരിക്കും. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് നല്ല ഒരു ചുമട്ടുകാരനാണ്. പഴയതും പുതിയതും ഭാരമേറിയതും കടുപ്പം കൂടിയതുമായ എത്രയെത്ര ഓർമ്മകളെയും സങ്കടങ്ങളെയും പഴികളെയുമാണ് ഒരു പരാതിയുമില്ലാതെ ചുമലിലേറ്റി നടക്കുന്നത്. അതിന് കൂലിയായി ഇത്തിരി കണ്ണുനീർത്തുള്ളിയല്ലാതെ വേറെയൊന്നും കിട്ടുന്നുമില്ല. ഭക്തരെ, കൊടുക്കുന്നതെല്ലാം അതുപോലെ തിരിച്ചു കിട്ടണമെന്നാണ് ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹമുണ്ടാവുക. എന്നാൽ പരിഗണിക്കുന്നവരെക്കാൾ അവഗണിക്കുന്നവരായിരിക്കും കൂടുതൽ. ഭക്തരെ, ബന്ധങ്ങൾക്ക് വിലയുണ്ട്. പണമുള്ളപ്പോൾ ഒരു വിലയും ഇല്ലാത്തപ്പോൾ മറ്റൊരു വിലയും. നിങ്ങളോട് അസൂയ പുലർത്തുന്നവർ നിങ്ങളുടെ ദുർബലതകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ വിജയങ്ങളിൽ അവർക്ക് ഒരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല. നിങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ അവർ മടിക്കില്ല. നിങ്ങളുടെ വാക്കുകളെ വളച്ചൊടിച്ച് അവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നു. അവർ നിങ്ങളുടെ വിശ്വസ്തത നശിപ്പിക്കാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഭക്തരെ, ബന്ധങ്ങൾ, അത് വ്യക്തികളോടോ വസ്തുവിനോടോ ആശയങ്ങളോടോ ആവട്ടെ, അവയോടുള്ള അമിതമായ ആശ്രയത്വം ദുരിതങ്ങളിലേക്ക് നയിക്കും. നിങ്ങളുടെ സ്വകാര്യത മറ്റൊരാളോട് നിങ്ങൾ പങ്കിടുമ്പോൾ നിങ്ങളുടെ ശക്തിയുടെ താക്കോൽ നിങ്ങൾ അവർക്ക് നൽകുകയാണ്. ഇത് പിന്നീട് അവർക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാവുന്ന ഒരു ആയുധമായി മാറിയേക്കാം. ഭക്തരെ, സ്നേഹം തരുന്ന ബന്ധങ്ങളെ മനസ്സിലും അനുഭവം നൽകുന്ന ബന്ധങ്ങളെ ഓർമ്മകളിലും കൊണ്ട് നടക്കണം. ഭക്തരെ, സ്നേഹിക്കുന്നവരുടെ മൗനത്തിന് ഒരു പക്ഷേ മറ്റെന്തിനേക്കാളും നിങ്ങളെ വേദനിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അകലങ്ങളിലായിട്ടും ചിലർ മനസ്സുകൊണ്ട് അടുത്ത് ജീവിക്കുന്നു. അടുത്തിരുന്നിട്ടും ചിലർ മനസ്സുകൊണ്ട് അകന്ന് ജീവിക്കുന്നു. മനസ്സാണ് ദൂരവും അടുപ്പവും നിശ്ചയിക്കുന്നത്. ഭക്തരെ, ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു കാരണമുണ്ടെന്ന് മനസ്സിലാക്കുക. അതിൽ നിന്നെല്ലാം നിങ്ങൾ പാഠങ്ങൾ പഠിക്കേണ്ടതാകുന്നു. ഒരു മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ജീവിത യാഥാർത്ഥ്യങ്ങൾ പഠിക്കുന്നത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.